ഹായ് ഹലോ ഐ ആം നിതിൻ ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് SLCയിലെ ഒന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എന്നാൽ നിങ്ങൾ 9ാം ക്ലാസ് വരെയും അരിത്തമെറ്റിക് സീക്വൻസുകളെ പറ്റി 9ാം ക്ലാസ് വരെയും പഠിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിൽ പുതുതായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിന്റെ ബാലൻസ് ഭാഗം ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഈ SLCയിൽ തന്നെ 10ാം ക്ലാസ്സിൽ തന്നെ നമുക്ക് മറ്റൊരു ചാപ്റ്റർ ഉണ്ട്. അതാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പം ഈ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചാൽ ആ മൂന്നാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിൾ. അതിൻ്റെ അകത്ത് ഓൾജിബ്ര മാത്രമേ നമുക്ക് പഠിക്കാവുള്ളൂ. അപ്പം അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒന്നാമത്തെ ഭാഗം നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പേ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്, ഏത് സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുക എന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിലെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിലോട്ട് നമുക്കൊന്ന് പോവാം. ഇൻട്രൊഡക്ഷനിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു നമ്പർ സീക്വൻസ് ആണ്. എന്താണ് നമ്പർ സീക്വൻസ്? അപ്പം ഞാൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പർ സീക്വൻസ് ആണ്. നമ്പർ സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അരിത്തമെറ്റിക് സീക്വൻസ്. എന്നാൽ എല്ലാ നമ്പർ സീക്വൻസിനെയും നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാൻ പറ്റുന്ന സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ജസ്റ്റ് 2-3 എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ഒരു ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ എഴുതാൻ പോവാം. 2, 4, 7, 9 എക്സെട്ര. ഇങ്ങനെ നമ്പർ അങ്ങ് എഴുതി വിടുക. ഈ സംഖ്യാശ്രേണി ഇനി വേറൊരെണ്ണം കൂടെ ഞാൻ എഴുതാൻ പോവാ. 2, 4, 6, 8 എക്സെട്ര. ഈ 2 സംഖ്യാശ്രേണികളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്, നമ്പർ സീക്വൻസ് എന്താണെന്ന് കാര്യം മനസ്സിലാവും. അപ്പം ആദ്യത്തെ സംഖ്യാശ്രേണി നിങ്ങൾ നോക്കിയേ. ആദ്യത്തെ സംഖ്യാശ്രേണിയിൽ ഇതിന്റെ ഡിഫറൻസ്, ഈ 2 സംഖ്യകളുടെ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 4 - 2 അല്ലെ? 4 - 2 എത്ര കിട്ടി? 2. ഇനി അടുത്ത സംഖ്യാശ്രേണികളുടെ ഡിഫറൻസ് നോക്കി. ഈ 7ന്റെയും 4ന്റെയും കൂടെ ഡിഫറൻസ് ഒന്ന് നോക്കിയേ. 7 - 4 എത്രയാണ്? 3. ഇനി 9ന്റെയും 7ന്റെയും കൂടെ ഡിഫറൻസ് ഒന്ന് നോക്കിയേ. 9ന്റെയും 7ന്റെയും ഡിഫറൻസ് എത്ര? 2. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സീക്വൻസ് കൂടെ നോക്കാം. ഈ 4ന്റെയും 2ന്റെയും കൂടെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഈ 6ന്റെയും 4ന്റെയും കൂടെ ഡിഫറൻസ് എത്രയാണ്? അത് 2 ആണ്. ഈ 8ന്റെയും 6ന്റെയും കൂടെ ഡിഫറൻസ് എത്രയാണ്? അതും 2 ആണ്. അല്ലെ? ഈ 2 സീക്വൻസും കൂടെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആദ്യത്തെ സീക്വൻസിലെ ഡിഫറൻസുകളെല്ലാം വ്യത്യസ്തമാണ്. അല്ലെ? ഇവിടെ 2, ഇവിടെ 3, ഇവിടെ വീണ്ടും 2, ചിലപ്പോൾ ഇനി അടുത്തത് വരുമ്പോൾ ചിലപ്പോൾ 4, 5. അങ്ങനെ ഡിഫറൻസുകൾ വ്യത്യസ്തമായി വരുന്ന നമ്പർ സീക്വൻസ് ഇസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കാണും അല്ലെ? എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? ആ ഡിഫറൻസുകളെല്ലാം കോമൺ ആയിട്ട് വരുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ഈ രണ്ടാമത്തെ സീക്വൻസ് ഒന്ന് നോക്കിയേ. ഇവിടുത്തെ ഡിഫറൻസുകളെല്ലാം എന്താണ്? കോമൺ ആണ്. 2 ആണ് ഇവിടുത്തെ ഡിഫറൻസ്. 2 ആണെന്ന് പറയരുത്. എന്താണ്? 2ഓ 3ഓ എല്ലാം സെയിം ആയിരിക്കണം, കോമൺ ആയിരിക്കണം. അങ്ങനെയുള്ള ഡിഫറൻസ് വരുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുക. ഇപ്പൊ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അരിത്തമെറ്റിക് സീക്വൻസ് ഡിഫറൻസ് കോമൺ ആണോ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ചെക്ക് ചെയ്തത് നോക്കിക്കേ. ഞാൻ ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ എഴുതാം. എങ്ങനെയാണ് ജസ്റ്റ് എക്സാമ്പിൾ 2, 4, 6, 8 അല്ലെ? നിങ്ങൾ നോക്കുക, ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഈ ആദ്യം എഴുതിയിരിക്കുന്ന 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ് അല്ലെ? ആദ്യം എഴുതിയിരിക്കുന്ന ടേം അത് ഫസ്റ്റ് ടേം. ഇനി രണ്ടാമത് എഴുതിയിരിക്കുന്ന 4 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്. ഈ മൂന്നാമത് എഴുതിയിരിക്കുന്ന 6 എന്ന് പറയുന്നത് തേർഡ് ടേം ആണ്. 8 എന്ന് പറയുന്ന നാലാമത് എഴുതിയിരിക്കുന്ന ടേം എന്താണ്? ഫോർത്ത് ടേം. അപ്പം ടേമുകളെല്ലാം മനസ്സിലായല്ലോ. നമ്മൾ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് ആണോ ഇല്ല ഡിഫറൻസ് കോമൺ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്തത്? അപ്പൊ നമ്മൾ ഈ കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ D എന്നാണ്. ഇത് ഡിഫറൻസ് കോമൺ ആണോ എന്നപ്പോ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തത്? ആദ്യം നമ്മൾ എന്ത് ചെയ്ത് സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കൊടുത്തു അല്ലെ? അപ്പൊ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് എങ്ങനെയാണ്? തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറച്ച്. അപ്പൊ അടുത്ത് നമുക്ക് എന്ത് എഴുതാം? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് എടുത്തത് നോക്കിക്കേ. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തത് ഫോർത്ത് ടേമിൽ നിന്ന് തേർഡ് ടേം കുറച്ച് അല്ലെ? അപ്പൊ അടുത്ത് എന്താണ്? ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ
കിട്ടുന്ന ഡിഫറൻസുകളെല്ലാം എന്തായിരിക്കണം? തുല്യമാണ്, കോമൺ ആണെങ്കിൽ ദാറ്റ് സീക്വൻസ് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ഇതാണ് എനിക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകൾ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകൾ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് തുടങ്ങുന്നത് 8, 9, 10 ചാപ്റ്ററുകൾ പേജ് നമ്പറിലാണ് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ ഫസ്റ്റ് നിങ്ങളെ ചെയ്യിക്കുന്നത് 13ാമത്തെ പേജ് നമ്പറിലെ കണക്കുകളാണ്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് 13ാമത്തെ പേജ് നമ്പറിലെ കണക്കാണ്. അത് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം അതിനു മുമ്പുള്ള പേജ് നമ്പറിലെ കണക്കുകൾ ചെയ്യും. ശ്രദ്ധിച്ചിരിക്കുക. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം സിമ്പിൾ ആയിട്ട് തോന്നും. ഇതാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നായിരുന്നു. പക്ഷെ എന്തോ അതിന് മുമ്പ് കുറച്ച് മെന്റൽ എബിലിറ്റി പോലത്തെ കുറച്ച് കണക്കുകളൊക്കെ ഈ ചാപ്റ്ററിൽ വരും കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ. ഇത് പഠിച്ചാൽ ഒന്നുണ്ട് ഗുണം, 3ാമത്തെ ചാപ്റ്റർ ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് നോക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. എല്ലാ കണക്കും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 ചാപ്റ്ററിൽ നിന്ന് അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. ഫസ്റ്റ് പേജ് നമ്പർ 13 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസ്. താഴെ നമുക്ക് ഒരു 6 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ, 6 സബ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കിയോ, 1, 2, 3, 4, 5, 6 സബ് ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് വെദർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശോധിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ നമ്പർ ലിവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം അല്ലെ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എഴുതാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1, 2, 3, 4, 5, 6 ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് പോകും അല്ലെ. ഈ നാച്ചുറൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരണം? 1 വരുന്ന സംഖ്യകൾ മാത്രം എഴുതിയാൽ മതി. എല്ലാ സംഖ്യകളും എഴുതേണ്ടിയില്ല. ഏത് സംഖ്യ മാത്രം എഴുതിയാൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ മാത്രം. അങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഇത് നിങ്ങൾ ആദ്യം തന്നെ 1നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല 1 അല്ലെ. അപ്പൊ ഈ 1 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ റിമൈൻഡർ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യത്തെ സംഖ്യ നമുക്ക് കിട്ടി. ഫസ്റ്റ് സംഖ്യ 1. ഇനി രണ്ടാമത്തെ സംഖ്യ കിട്ടാൻ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. എത്ര വെച്ചാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 4 വെച്ച് അല്ലെ. അപ്പം ഇനി അടുത്ത സംഖ്യ ഏതാണെന്ന് അറിയാൻ ഈ 1ന്റെ കൂടി 4 അങ്ങ് കൂട്ടിയാൽ മതി. അപ്പൊ എത്ര കിട്ടിയ? 5. ഇനി അടുത്ത സംഖ്യ കിട്ടിയ 5ന്റെ കൂടെ 4 കൂട്ടിയാൽ മതി. അപ്പോൾ 9. 9ന്റെ കൂടെ 4 കൂട്ടിയാൽ 13. ഇങ്ങനെ പോകും. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റിന്റെ ഉത്തരം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാച്ചുറൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണല്ലോ. കാരണം എന്താണ്? ഇവിടെ എല്ലാം കോമൺ ഡിഫറൻസ് നോക്കിയേ. ഇവിടുത്തെ ഡിഫറൻസ് 4 ആണ്, ഇവിടുത്തെ ഡിഫറൻസ് 4 ആണ്, നമ്മൾ 4 വെച്ചല്ലേ കൂട്ടി പോയി. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് കോമൺ ആയിരിക്കും. Therefore എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്. മനസ്സിലായല്ലോ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിയേ. നാച്ചുറൽ നമ്പർ ലിവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 1 നമ്മളിപ്പോ ചെയ്തു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്താണ്? 2 റിമൈൻഡർ വരുമ്പോൾ നാച്ചുറൽ നമ്പറിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നാച്ചുറൽ നമ്പർ നമ്മൾ നേരത്തെ എഴുതി 1, 2, 3, 4, 5, 6 എക്സെട്ര പോകും. ഈ നാച്ചുറൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന ശ്രേണി നമ്മളിപ്പോ എഴുതി, സീക്വൻസ് നമ്മളിപ്പോ എഴുതിയല്ലോ. ഇനി എത്ര റിമൈൻഡർ വരണം? 2 റിമൈൻഡർ വരുന്നു. ആദ്യത്തെ സംഖ്യ എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. നമ്മളിപ്പോ പറഞ്ഞ പോലെ അല്ലെ. 2നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഈ 2 എന്തായിരിക്കും? റിമൈൻഡർ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ ആദ്യത്തെ സംഖ്യ എന്താണ്? 2. ഇനി അടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? എത്ര വെച്ചാൽ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കും? 4 കൂട്ടണം. അപ്പൊ 2 + 4 6. ഇനി 6നെ വീണ്ടും എന്ത് ചെയ്യണം? 4 വെച്ച് കൂട്ടണം. അപ്പൊ എന്ത് കിട്ടും? 4 വെച്ച് കൂട്ടുമ്പോൾ എത്ര കിട്ടി? 10. വീണ്ടും 14. ഇങ്ങനെ പോകും. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ആണ്. എന്തുകൊണ്ടാണ് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആയത്? ഇവിടുത്തെ ഡിഫറൻസുകളെല്ലാം കോമൺ ആണ് അല്ലെ. 6 2 പോയ 4 ആണ്. 10 6 പോയ 4 ആണ്. 14 10 പോയ 4 ആണ്. ഇവിടുത്തെ ഡിഫറൻസ് എല്ലാം കോമൺ ആണ്. Therefore it is an arithmetic sequence. ചെക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. രണ്ടാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ആദ്യത്തെ അരിത്തമെറ്റിക് സീക്വൻസ്, രണ്ടാമത്തത് അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി നമുക്ക് ആദ്യത്തെ അരിത്തമെറ്റിക് സീക്വൻസ്, രണ്ടാമത്. ഇനി മൂന്നാമത് നോക്കിയേ. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ.
ശരി, ആദ്യം തന്നെ നാച്ചുറൽ നമ്പർ അറിയണമല്ലോ. നാച്ചുറൽ നമ്പർ ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി. നാച്ചുറൽ നമ്പർ എന്താ? 1, 2, 3, 4, 5 ഇങ്ങനെ പോകും. ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, ഇങ്ങനെ പോകും അല്ലെ. ഇനി ഈ 1ന്റെ സ്ക്വയർ എത്ര? 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. ഈ ശ്രേണി ഇപ്പൊ നമുക്ക് കിട്ടിയ ശ്രേണി അല്ലെ, ഇപ്പൊ കിട്ടിയ ശ്രേണി ഉണ്ടല്ലോ, ഏതാ? 1, 4, 9, 16. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു തന്നു. എങ്ങനെയാണ്? ആദ്യം നോക്കണം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം ഇവിടെ എത്രയാണ്? 4. 4 മൈനസ് ഫസ്റ്റ് ടൈം എത്രയാണ്? 1 അല്ലെ. 4 മൈനസ് 1 എത്ര? 3. ഇനി അടുത്ത എന്താണ്? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. തേർഡ് ടൈം ഇവിടെ എത്രയാണ്? 9. അപ്പൊ 9 മൈനസ് സെക്കൻഡ് ടൈം എത്രയാണ്? 4. 9 മൈനസ് 4 5. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഡിഫറൻസ് ഈസ് ഡിഫറൻറ്റ് കോമൺ ആയാലേ അത് എന്താവത്തുള്ളൂ, അരിത്തമെറ്റിക് സീക്വൻസ്. മനസ്സിലായെന്ന് വിശ്വസിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. തേർഡ് ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സെക്കൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്തോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ അല്ലെ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വിൽക്രമം എന്ന് പറയും. മലയാളം മീഡിയം സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ വിൽക്രമം എന്ന് പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോ ഏതൊരു സംഖ്യ, ഇപ്പൊ 2 എന്ന് പറയുന്ന ഒരു സംഖ്യ നമ്മൾ എഴുതിയാൽ അതിന്റെ താഴെ എന്തുണ്ട്? 1 ഉണ്ട്. താഴെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? ഏത് സംഖ്യ എഴുതിയാലും അതിന്റെ ഡിനോമിനേറ്റർ എന്തുണ്ട്? 1 ഉണ്ട്. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതി അതിന്റെ താഴെ എന്തുണ്ടില്ല? ഡിനോമിനേറ്റർ എന്തുണ്ട്? 1 ഉണ്ട്. അപ്പോൾ ഈ 2/1 ഇല്ലെ 2 എന്നൊരു സംഖ്യ എഴുതിയാൽ അതിന്റെ വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്തായിരിക്കും? 1/2 ആയിരിക്കും. അത് നേരെ എന്ത് ചെയ്യുക? തിരിച്ചിടുക. ഓക്കെ, അതിനെയാണ് റെസിപ്രോക്കൽ എന്ന് വിളിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ നമ്പറിന്റെ എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ. അപ്പൊ നമുക്കറിയാം നാച്ചുറൽ നമ്പർ എത്രയാണ്? 1, 2, 3, 4, 5, 6 അങ്ങനെ പോകും. അപ്പൊ റെസിപ്രോക്കൽ എന്തായിരിക്കും? 1ന്റെ റെസിപ്രോക്കൽ 1/1, 2ന്റേത് 1/2, 3യുടേത് 1/3, 4ന്റേത് 1/4, അങ്ങനെ പോകും. ഇത് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കാം. ശരി, നമുക്ക് ആദ്യം തന്നെ നോക്കാം. എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടൈം ഇവിടെ എത്ര? 1/2 മൈനസ് 1/1. 1/2 മൈനസ് 1/1 നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. 1 into 1 എത്ര? 1. മൈനസ് ആയതുകൊണ്ട് മൈനസ്. 2 into 1 എത്ര? 2. ഡിവൈഡ് ബൈ 2 into 1 എത്ര? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? -1/2. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ്? ആ തേർഡ് ടേം മൈനസ് എന്താണ്? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ഇവിടെ തേർഡ് ടേം എത്ര ഉണ്ട്? 1/3. therefore 1/3 മൈനസ് 1/2. നോക്കിയേ, ക്രോസ് ചെയ്തേ. 2 into 1 2, മൈനസ് 3 into 1 3, ഡിവൈഡ് ബൈ 3 into 2 6. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/6. നോക്കിയേ, ഇത് രണ്ടും സെയിം ആണോ? ഇത് 1/2, ഇത് -1/6. രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പം ഈ റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ എന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പവേഴ്സ് ഓഫ് 2 അല്ലെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പവേഴ്സ് ഓഫ് 2. 2ന്റെ പവേഴ്സ് ഓഫ് എന്താണ്? പവേഴ്സ് ഓഫ് 2. 2ന്റെ പവർ. 2ന്റെ ഫസ്റ്റ് പവർ 2/1. 2ന്റെ സെക്കൻഡ് പവർ 2/2. 2ന്റെ തേർഡ് പവർ 2/3. 2ന്റെ ഫോർത്ത് പവർ 2/4. 2/1 എത്രയാണ്? 2. 2/2 4. 2/3 എത്രയാണ്? 8. 2/4 എത്ര? 16. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും? നമ്മളിപ്പോ പഠിച്ചു വെച്ച് തന്നെ സെക്കൻഡ് ടേം മൈനസ് എന്താണ്? ഫസ്റ്റ് ടേം. ദാറ്റ് സെക്കൻഡ് ടൈം ഇവിടെ എത്ര? 4 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അടുത്ത തേർഡ് ടേം മൈനസ് എന്താണ്? സെക്കൻഡ് ടൈം. തേർഡ് ടൈം ഇവിടെ എത്രയാണ്? 8 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 4. ഇവിടെ നോക്കിയാൽ ഇതും ഡിഫറെന്റ് ആണ് അല്ലെ. therefore it is not an arithmetic sequence. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ക്ലാസ് മനസ്സിലാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് എന്റെ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയാവുന്ന പരിചയത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് എന്ത് ചെയ്യുക? ഒന്ന് ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഞാൻ ഇടുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? നോക്കി, ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് അല്ലെ. ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഓഡ് നമ്പർ എന്താണെന്ന് അറിയണം. ഓഡ് നമ്പർ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 1, 3, 5, 7, 9 എക്സെട്ര. ദിസ് ഈസ് ഓഡ് നമ്പർ. ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു സംഖ്യയുടെയും ഹാഫ് എന്ന് പറഞ്ഞാൽ 1ന്റെ ഹാഫ് 1/2, 3യുടെ ഹാഫ് 3/2, 5ന്റെ ഹാഫ് 5/2, 7ന്റെ ഹാഫ് 7/2. ഇങ്ങനെ പോകണം. ഡിവൈഡഡ് ബൈ 2 ഇട്ട് കൊടുത്താൽ. ഓക്കെ, ഇപ്പൊ നോക്കുക, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നോക്കാം എങ്ങനെ ചെയ്യണം. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. ഇവിടെ സെക്കൻഡ് ടൈം എത്ര മക്കളെ?
3/2 മൈനസ് 1/2. ക്രോസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ, കാരണം എന്താ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഡിനോമിനേറ്റർ 2 അതേപോലെ എഴുതാം. 3 മൈനസ് 1 എത്ര? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി അടുത്ത് നോക്കുക, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. തേർഡ് ടേം ഇവിടെ എത്ര ഉണ്ട്? 5/2 മൈനസ് 3/2. ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്, 2 അതേപോലെ എഴുതുക. 5 മൈനസ് 3 എത്ര? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇത് ഇനി അങ്ങോട്ട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് 1 തന്നെ കിട്ടുന്നു. ഓക്കെ, അപ്പൊ എല്ലാം എന്താണ് ഇവിടെ എല്ലാം സെയിം ആണ് അല്ലെ? ഇവിടെ ഡിഫറൻസ് എന്താണ്? ഡിഫറൻറ്റ് എന്താണ്? കോമൺ ആണ്. Therefore ഈ ക്വസ്റ്റ്യൻ എന്താണ്? ലാസ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലായല്ലോ. ഇതൊരു ബേസിക് കണക്കാണ്. ബേസ് എന്നും പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല, ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനും ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, റിമൈൻഡറിന്റെ ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ കുറച്ച് പാറ്റേൺ ക്വസ്റ്റ്യൻസുകൾ ഈ 10ാം ക്ലാസ്സിലെ ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാറുള്ളത്. പാറ്റേൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ കൊച്ചു പിള്ളേർ വരെ ചെയ്യും. ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മതി. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സീ ദ പിക്ചർ, അതായത് 1, 2, 3, 4 പിക്ചർ നോക്കണം. എന്നിട്ട് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലും എത്ര ചെറിയ സ്ക്വയേഴ്സുകളുണ്ട്? നോക്കിയേ, ഇവിടെ 1 എത്രയപ്പം 2 സ്ക്വയർ. ഇവിടെ എത്ര ചെറിയ ചെറിയ സ്ക്വയർ ഉണ്ട്? 4. രണ്ടാമത്തെ പിക്ചറിൽ മൂന്നാമത്തെ എൻ്റെ അകത്ത് എത്ര ഉണ്ട്? 6. നാലാമത്തെ പിക്ചറിൽ 8 എണ്ണം അല്ലെ? അപ്പൊ നോക്കിയേ 8. ഇത് സമാന്തര ശ്രേണി അല്ലെ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം. നോക്കിയേ 4 - 2 2, 6 - 4 2, 8 - 6 2. Therefore ഇറ്റ് ഈസ് ആൻ എന്താണ്? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തോ മക്കളെ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലാർജ് സ്ക്വയർ ആണ്. ലാർജ് സ്ക്വയർ എടുത്തു പറയുന്നുണ്ട്. ലാർജ് സ്ക്വയർ ഇവിടെ ഈ 1 2 ഈ 2 ചെറിയ സ്ക്വയറുകൾ ചേർന്ന് ലാർജ് സ്ക്വയർ ആണോ ഉണ്ടാകുന്നത്? അല്ല, റെക്ടാംഗിൾ ആണ് അല്ലെ? അപ്പൊ അവിടെ ലാർജ് സ്ക്വയർ ഉണ്ടോ? ഒന്നാമത്തെ പിക്ചറിൽ ഇല്ല, 0. ഇവിടെ 1 2 3 4 ഈ 4 കുഞ്ഞു സ്ക്വയറുകൾ ചേർന്ന് എത്ര ലാർജ് സ്ക്വയർ ഉണ്ടായി? ഒരു ലാർജ് സ്ക്വയർ. ഈ ഒരു വലിയ ലാർജ് സ്ക്വയർ കണ്ടാ? അപ്പൊ ഇവിടെ എത്രയാണ്? 1. ഇവിടെയോ? ഇവിടെ ഈ 6 സ്മോൾ സ്ക്വയറുകൾ ചേർന്ന് എത്ര ലാർജ് സ്ക്വയർ ഉണ്ടായി? 1 കാണുന്നുണ്ടല്ലോ. 2. അപ്പൊ എത്ര എണ്ണമായി? 2. ഇവിടെ 8 എണ്ണം. 1 2 3 4 5 6 7 8 8 സ്മോൾ സ്ക്വയറുകൾ ചേർന്ന് എത്ര ലാർജ് സ്ക്വയർ ഉണ്ടായി? 1 കാണുന്നുണ്ടല്ലോ. 2. അടുത്തത് 3. അപ്പൊ ഇവിടെ എത്രയായി? 3. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കണം. അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? 1 - 0 പോയ 1, 2 - 1 പോയാൽ 1, 3 - 2 പോയാൽ 1. അപ്പം ഇതും എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 2 ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, 1ഉം 2ഉം മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തോ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കണം. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി സ്ക്വയേഴ്സ് ഇഫ് ഇറ്റ് ഈസ് ലാർജ് ഓർ സ്മോൾ. ചെറുതാവാം വലുതാവാം, സ്ക്വയേഴ്സ് ആയാൽ മതി അല്ലെ? അപ്പൊ നോക്കിയ ആദ്യത്തെ പിക്ചറിൽ 1 2. ആദ്യത്തെ പിക്ചറിൽ എത്ര ഉണ്ട്? 2. രണ്ടാമത്തെ പിക്ചറിൽ 1 2 3 4. പിന്നെ ഈ ഒരു വലുതും കൂടെ ചേർന്ന് എത്ര ഉണ്ട്? 5. മൂന്നാമത്തേലോ 1 2 3 4 5 6. പിന്നെ ഇതിന്റെ അകത്ത് 2 ചെറുത് വലിയ സ്ക്വയർ ഉണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ എത്ര? 6 6 2 8. ഇവിടെയോ 8 ചെറിയ സ്ക്വയറും 3 വലിയ സ്ക്വയറുകളും കൂടെ ചേർന്ന് എത്ര എണ്ണമായി മക്കളെ? 8 3 11. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കാം. 5 - 2 പോയാൽ 3, 8 - 5 പോയാൽ 3, 11 - 8 പോയാലും എന്ത്? 3. Therefore it is an arithmetic sequence. സെറ്റ് അല്ലേ? മനസ്സിലായ? സ്പീഡിലാണ് ഞാൻ പോകുന്നത്. ഇത് സ്പീഡിൽ കുറച്ച് സ്പീഡിൽ പറയും. ഇങ്ങനെ പറഞ്ഞ് ലാഗ് അടിച്ച് പഠിപ്പിച്ച വെറുതെ മടുത്തു പോകും നമ്മൾ ഈ ചാപ്റ്റർ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കൂട്ടാനും ഗുണിക്കാനും ഒക്കെ അറിഞ്ഞാൽ മാത്രം മതി. പിന്നെ കുറച്ച് ചിന്തിക്കാനും വരും. ചില കണക്കുകൾ ഇതിൻ്റെ അകത്ത് എന്താണ്? കുറച്ച് മെന്റൽ എബിലിറ്റി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, അപ്പം ഈ 2 കണക്കുകൾ ടെക്സ്റ്റ് ബുക്കിലെ 2 കണക്കുകളും ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത കണക്കിലോട്ട് പോവാം. എന്താണ് മക്കളെ അടുത്ത കണക്ക് പറഞ്ഞിരിക്കുന്നത്? ഇതുപോലെ തന്നെ ഒരു എന്താണ് ഫിഗർ തന്നിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ? ഇൻ ദ പിക്ചർ ബിലോ ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്. അതായത് ഇതെല്ലാം സെയിം സ്പേസ് ആണ്. വെർട്ടിക്കൽ ലൈനുമായിട്ടുള്ള സ്പേസ് എല്ലാം സെയിം ആണ്. എന്നാൽ ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ഹൈറ്റ് ഇൻ ദ പെർപെൻഡിക്കുലർ ആർ കണ്ടിന്യൂയിങ് ഫ്രം ദ ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ ഈ വെർട്ടിക്കൽ ലൈനിന്റെ ഹൈറ്റ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം എക്സ് ആയിരിക്കും. സത്യമല്ലേ? ഇതെല്ലാം എന്തായിരിക്കും? എക്സ് ആയിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി
ഈ രണ്ടാമത്തെ വെർട്ടിക്കൽ ലൈനിന്റെ ഹൈറ്റ് ഈ എക്സും പിന്നെ ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തൂടെയുള്ള വൈയും കൂടെ ചേരുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ എന്താണ്? എക്സ് പ്ലസ് വൈ ആയിരിക്കും. മൂന്നാമത്തത് അതുകൊണ്ട് ഈ എക്സും ഇവിടുന്ന് ഇവിടം വരെയുള്ള വൈയും ഇവിടുന്ന് ഇവിടം വരെയുള്ള വീണ്ടും ഒരു വൈ ആണെന്ന് വിചാരിച്ചു. അപ്പൊ എന്ത്? എക്സ് പ്ലസ് 2y ആണ്. ഇനി ഒന്ന് നോക്കിയേ, എക്സ് ഇത് എക്സ് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഇതും എക്സ് ഇതും എക്സ് അല്ലെ, സോറി ഇത് വൈ ഇത് വൈ ഇത് വൈ. അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് 3y. ഇങ്ങനെയാണ് അതിന്റെ ഹൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഹൈറ്റ് എക്സ്, രണ്ടാമത്തെ എക്സ് പ്ലസ് വൈ, പിന്നെ എക്സ് പ്ലസ് 2y, എക്സ് പ്ലസ് 3y അല്ലെ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് മക്കളെ? ഹൈറ്റ് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. കാരണം ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്? കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആദ്യത്തെ എക്സ്, അത് കഴിഞ്ഞ് എക്സ് പ്ലസ് 2y, പിന്നെ എക്സ് പ്ലസ് 3y, അടുത്ത എക്സ് പ്ലസ് 4y. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് എന്താണ്? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ആദ്യത്തെ ബേസിക് കാര്യങ്ങൾ വെച്ചുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.